God resists the proud but gives grace to the humble. നെഗളിയെ ദൈവം എതിർക്കുന്നു, പക്ഷെ താഴ്മയുള്ളവർക്ക് കൃപ ലഭിക്കുന്നു. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. എക്സൽ മീഡിയയുടെ ഇന്നത്തെ ചിന്തയിലേക്ക്. ഇന്ന് പത്രോസിന് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം. 12 ശിഷ്യന്മാരിൽ പത്രോസ് യേശുക്രിസ്തുവിന്റെ മരണം ഉയർപ്പും കണ്ടു. ജെറുസലേം സഭയിലെ ഒരു തൂണായിരുന്നു. 1-4 വാക്യത്തില് ശ്രേഷ്ഠന്മാരെ പ്രബോധിപ്പിക്കുന്നു. തമ്മിൽ കീഴ്പ്പെടണം. ആടുകൾക്ക് നല്ലൊരു ഇടയനായിരിക്കണം. യേശുക്രിസ്തു നല്ലൊരു ഇടയനായിരുന്നു. തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുത്തു. ഇടയൻ ആടിനെ മേയ്ക്കണം, കാക്കണം, കഴുതണം, പോഷിപ്പിക്കണം. അതോടൊപ്പം അവരെ വളർത്തണം. കർത്താവിൻ്റെ ഒരു ഹൃദയം വേണം. സന്മനസ്സോടെ, തീക്ഷ്ണതയോടെ, ഉന്മേഷത്തോടെ ദൈവത്തിന്റെ വേല ചെയ്യണം. നിർമ്മത്താലോ അല്ലെങ്കിൽ പണമോഹത്തിന് വേണ്ടിയല്ല. അങ്ങനെ ചെയ്യുന്നവർക്ക് ആ പ്രതിഫലം ലഭിക്കും. തേജസ്സിന്റെ വാടാത്ത കിരീടം. അത് മാത്രമല്ല, ദൈവത്തിന്റെ വേല വിശ്വസ്തയോടെ ചെയ്യുന്ന എല്ലാവർക്കും അത് ലഭിക്കും. 5-7 വാക്യത്തില് യൗവന തലമുറയോട് പറയുന്നു, God resists the proud but gives grace to the humble. നെഗളിയെ ദൈവം എതിർക്കുന്നു, പക്ഷെ താഴ്മയുള്ളവർക്ക് കൃപ ലഭിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന് ബലമുള്ള കരങ്ങൾ താഴ്ന്നിരിക്കുക. തക്ക സമയത്ത് ദൈവം ഉയർത്തും. താഴ്മ എന്ന് വെച്ചാൽ സമർപ്പണം അല്ലെങ്കിൽ സബ്മിഷൻ. നമ്മൾ താഴ്മ ധരിക്കണം. താഴ്മയുണ്ടെങ്കിൽ ദൈവത്തോട് ആഴമായൊരു ബന്ധം പുലർത്താൻ പറ്റത്തുള്ളൂ. ദൈവം നെഗളികളെ വെറുക്കുന്നു. കൃപയും നെഗളും ശത്രുക്കളാണ്. ലൂസിഫറിന്റെ പാപം എന്ന് വെച്ചാൽ പ്രൈഡായിരുന്നു, നിഗളം. താഴ്മയുണ്ടെങ്കിലേ ഉയരാൻ പറ്റത്തുള്ളൂ. യഥാർത്ഥ താഴ്മ നമ്മുടെ ഭാരങ്ങളെ, ഉത്കണ്ഠങ്ങളെ ദൈവത്തെ ഭരമേൽപ്പിക്കുക. അത് 2 കൈ കൊണ്ടാണ് പറ്റുന്നത്. പ്രാർത്ഥനയുടെ ഒരു കൈയും വചനത്തിന്റെ ഒരു കൈയും. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഭാരങ്ങളെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുവാണ്. പിന്നെ നമ്മൾ വിശ്വസിക്കണം, ദൈവം നമ്മളെ ഈ പ്രതിസന്ധിയിൽ നിന്ന് പുറത്ത് കൊണ്ടുവരും. ദൈവം സർവശക്തനാണ്. നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. കെയർസ് ഫോർ അസ്. അതുകൊണ്ടാണ് ക്രിസ്ത്യ മതം ബാക്കിയുള്ള മതത്തെക്കാളും വ്യത്യസ്തം. അടുത്ത 8-9 വാക്യത്തില് ബി സോബർ, ബി വിജിലന്റ്. നിർമ്മരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം പോലെ ആരെ വിരുങ്ങണ്ടുന്ന് ചുറ്റി നടക്കുവാണ്. പിശാച് ഒരു സിംഹത്തെ പോലെ ചുറ്റി നടക്കുന്നു. പക്ഷെ ക്രൂശിൽ യേശുക്രിസ്തു പിശാചിനെ തലയെ തകർത്തു, ആയുധം വെപ്പിച്ചു, അതിന്റെ ശക്തിയെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. പക്ഷെ പിശാച് വേഷം കെട്ടി വരും. സങ്കീർത്തനം 91:3 വേട്ടക്കാരനെ പോലെ ഒളിച്ചു പാത്തു വരും. ചിലപ്പം വെളിച്ച ദൂതനെ പോലെ നല്ല സൗന്ദര്യമായി ആകർഷമായി വരും. ചിലപ്പോൾ അലർന്ന സിംഹം പോലെ വരും. പിശാച് നമ്മളെ നക്കാനോ അല്ലെങ്കിൽ നമ്മളെ ചൊറിയാനല്ല വരുന്നത്, നമ്മളെ വിഴുങ്ങിക്കളയാനാ വരുന്നത്. 9-ാം വാക്യത്തില് റെസിസ്റ്റ് ഹിം സ്റ്റെഡ്ഫാസ്റ്റ് ഇൻ ഫെയ്ത്ത്. എതിർത്ത് നിൽക്കണം, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. 1 കൊരിന്ത്യർ 6:18 പറഞ്ഞേക്കുന്നു, ഫ്ലീ സെക്ഷൽ ഇമ്മോറാലിറ്റി. ദൂട് നടപ്പ് വിട്ടോടാൻ. ഇതിന്റെ നല്ല ഉദാഹരണം നമുക്ക് കാണാം. പഴയ നിയമത്തിൽ ജോസഫ് അതിന്റെ വസ്ത്രം പോലെ വിട്ടോടി. പിശാച് സൗന്ദര്യമായി ആകർഷമായി എത്തി. അതുകൊണ്ടാണ് മിസ്രൈമിന്റെ 2ാമനായത്. 1 കൊരിന്ത്യർ 10:14 ഫ്ലീ ഐഡോലേറ്ററി. വിഗ്രഹത്തെ വിട്ടോടാൻ. നമ്മുടെ ഇപ്പത്തെ വിഗ്രഹം അധികാരം, കീർത്തി, ഉല്ലാസം, പ്ലഷർ, പണമോഹം, ഫോൺസ്, ഗാഡ്ജറ്റ്സ്. ഹെബ്രായർ 12:4 പറയുന്നു, പാപത്തോട് പോരാടുവീൻ, പ്രാണത്യാഗത്തോടെ എതിർത്ത് നിൽക്കണം. 1 തിമോഥെയോസ് 6:11 പിന്തുടരണം. ചില കാര്യം നമുക്ക് വിട്ടുകളയണം, ചില കാര്യം നമുക്ക് പിന്തുടരണം. നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, സൗമ്യത, ക്ഷമ, ഇതൊക്കെ പിന്തുടരണം.
കൂടുതൽ പ്രാർത്ഥിക്കണം, വചനം കൊണ്ട് എതിർക്കണം. മത്തായി 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, പിശാച് യേശുക്രിസ്തുവിന്റെ അടുക്ക് വന്നപ്പോൾ വചനം കൊണ്ട് എതിർത്തു. ഈ ആത്മീയ യുദ്ധത്തില് നമ്മൾ ഒറ്റയ്ക്ക് മാത്രമല്ല, നമ്മള് ഈ കഷ്ടങ്ങൾ സഹിക്കുന്നത് ദൈവം നമ്മളെ ശക്തീകരിക്കും, യഥാസ്ഥാനപ്പെടുത്തും, ഉറപ്പിക്കും. കുറച്ചു കാലത്തെ കഷ്ടം കഴിയുമ്പോൾ നിത്യമഹത്വത്തിലേക്ക് എത്തും. ഈ വചനത്താൽ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ലോർഡ്.